ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ബീച്ചിൽ പോകാൻ ഒരുങ്ങി നിന്നപ്പോഴാണ് സിന്ധുവിന്റെ അസുഖകാര്യം ഹോട്ടൽ മാനേജർ പറഞ്ഞത്. കുട്ടികളുടെ നിർബന്ധം കാരണം അദ്ദേഹം അവരെയും കുട്ടി കടപ്പുറത്തേക്ക് പോയി. അപ്പോൾ അവർ കാത്തു നിൽക്കുകയാവും. സോ യു ആർ ഇൻ എ ഹറി. See, I want to tell you something interesting. rather funny. ഒരു പഴയ തമാശ. ഞാൻ അങ്ങയുടെ ഒരു ആരാധികയായിരുന്നു. നത്തിങ് സീരിയസ്. ആ പ്രായമല്ലേ, അങ്ങേക്ക് IPS കിട്ടി ചാർജ് എടുത്ത കാലം. ആ യൂണിഫോം ഒക്കെ ഇട്ട് എന്നും പോയിരുന്നത് എന്റെ വീട്ടിന്റെ നടയിൽ കൂടിയായിരുന്നു. കാണാൻ ഞാൻ നടയിലിറങ്ങി നിൽക്കുമായിരുന്നു. ആ കല്യാണാലോചന വന്നപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു. അങ്ങത് തള്ളിക്കളഞ്ഞെന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ കുറെ ദിവസം ഞാൻ കരഞ്ഞു. എക്സ്ക്യൂസ് മീ, ഞാൻ ഒരു പ്രായത്തിൽ പെൺകുട്ടികൾ ഫിലിം ഹീറോസിന്റെയും ക്രിക്കറ്റ് പ്ലെയേഴ്സിന്റെയും പാട്ടുകാരുടെയും ഒക്കെ ഫാൻസ് ആയിരിക്കും. എന്റെ സ്ഥിതി ഏതാണ്ടതായിരുന്നു. ഇപ്പൊ അത് ഓർക്കുമ്പോ ചിരി വരുന്നു. ഞാൻ ഒരിക്കലും വിവാഹത്തെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. സമയമുണ്ടായിരുന്നില്ല, ചുമതലകൾ ഉണ്ടായിരുന്നു താനും. അല്ലാതെ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇതൊക്കെ എന്റെ ഹസ്ബൻഡോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കി ചിരിക്കും. അവര് ബീച്ചിൽ കാത്തിരിക്കാവും. വികൃതികളാണ്. എനിഹോ, കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഞങ്ങൾ താമസിക്കുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സിലാണ്. ദിസ് ഇസ് മൈ കാർഡ്. ആസ് ഡോക്ടേഴ്സ് എന്റെയോ ഭർത്താവിന്റെയോ ആവശ്യമുണ്ടെങ്കിൽ ടെലിഫോൺ ചെയ്യാൻ മടിക്കരുത്. താങ്ക്സ്. ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങും. നേരത്തെ വന്നാൽ അദ്ദേഹത്തെയും കുഞ്ഞുങ്ങളെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം. ഹിൽ ബി പ്ലീസ് ടു മീറ്റ് യു. അദ്ദേഹത്തിന് അങ്ങേ അറിയാം. കൂടെ കൂടെ പറയും, നിന്റെ IPS കാരനെ ഒന്ന് പരിചയപ്പെടണമെന്ന്. ഓ, സമയം കുറേയായി. ഞാൻ വരട്ടെ. ശരി. ആരോ കണ്ട്. ഹലോ ദിലീപ്, ഒന്നുകിൽ ലൈറ്റ് അണച്ചു കിടക്കൂ, അല്ലെങ്കിൽ കർട്ടൻ വലിച്ചിടൂ. ലൈറ്റ് കൂടി ഓഫ് ചെയ്തോളൂ. ഓക്കെ. അയ്യോ അയ്യോ അമ്മാവൻ തെങ്ങിന്ന് വീണോ? തെങ്ങന്നോ? അല്ല, ഇനി കരിക്കടക്കാനോ മറ്റോ കയറി വീണോന്ന്? നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? പിന്നെ സ്വപ്നം കണ്ട് പേടിച്ച് നിലവിളിച്ചോ? ഞാൻ ഒരു സ്വപ്നവും കണ്ടില്ല. അല്ല, ഒരു വിളി കേട്ടു.
അമ്മാവന്റെ ശബ്ദം പോലെ തോന്നി. നിന്റെ തന്തയുടെ ശബ്ദമായിരിക്കും. ആ സ്വത്ത് പോയി കിടന്ന് ഉറങ്ങണ ഇറക്കാം. അപ്പൊ അമ്മ വിളി കേട്ടില്ല. ചിലപ്പോ ഞാൻ സ്വപ്നം കണ്ടതായിരിക്കും. ഗുഡ് നൈറ്റ് അമ്മാവ. ഗുഡ്. അയ്യോ. സിന്ധു കുഞ്ഞെ, ഞങ്ങള് നാളെ പോവുക. എങ്ങോട്ട്? മാധവൻകുട്ടി കുഞ്ഞിന്റെ അനന്തരവളുടെ കല്യാണം. പോയിട്ട് എന്ന് വരും? പിന്നെ പോയിട്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരണേ? കുറച്ചു ദിവസം രസത്തിന് വേണ്ടി ഇവിടെ താമസിച്ചു, അത്ര തന്നെ. അദ്ദേഹം ഇല്ല ഇവിടെ? അദ്ദേഹം പുറത്തേക്ക് പോയി. മോളെങ്ങോടാ? ദില്ലം കടപ്പുറത്തേക്ക് പോയി. കണ്ടില്ല, അന്വേഷിച്ചിറങ്ങിയതാ. ഓ, ഇനി ഒരിക്കലും ഇവിടെ വരില്ലേ? എന്തിനാ വരണേ? സിന്ധു, സിന്ധു, നീ എന്തിനാ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? അവർ നാളെ പോകും. അതിന്? സ്നേഹമുള്ള മനുഷ്യർ അവർ പോകുന്ന കാര്യം ഓർത്തപ്പോ എന്തു വേഗമാണ് നാം ചിലരുമായി അടുത്തു പോകുന്നത്, അല്ലേ ദിലീപ്? ഓഹോ, അത്രയ്ക്കും കടുത്തോ? എന്നാ നീയും പോകൂടെ? നീ എന്താതില്ല ഇങ്ങനെയായിപ്പോയി? എങ്ങനെ? നിനക്ക് ലേശം പോലും മനുഷ്യ പറ്റില്ലേ? എന്ത് നല്ല മനുഷ്യർ, എന്തിഷ്ടമാണ് അവർക്ക് നമ്മോട്. ആ തടീനിൽ നിന്നും അദ്ദേഹമല്ലേ എന്നെ രക്ഷിച്ചത്? അതുപോലെ നീ മറന്നുപോയോ? ഓ, ഹീറോയിനെ വിലലിൽ നിന്ന് രക്ഷിച്ച ഹീറോ. ചെല്ല്, പോയി ഒരു ഡ്യൂറ്റ് പാടിയിട്ട് വാ. അനാവശ്യം പറയരുത്. തെറ്റിപ്പോയി. വിട പറയുന്ന രംഗമല്ലേ, അവിടെ നിന്ന് ഒരു ശോകഗാനം പാട്. ഹേ വൃദ്ധകാമുക, അരുതേ അരുതേ പോകരുതേ. പിന്നെന്താടി ആ കിളവൻ പോകുന്നെന്ന് വെച്ച് നിനക്കെന്തിനാ അത്ര വെപ്രാളം? നീ ഒരു മൃഗമാണ്. ആ, ഞാൻ മൃഗം തന്നെ. അയാള് ദേവനും. നീ കൂടെ പോയി താമസിക്കേ. ധാരാളം പണവും കാറും മാളികയും ഒക്കെ ഉണ്ട്. പോടി, പോയി പറ വിരഹ ദുഃഖം താങ്ങാനാവുന്നില്ല, കൂടെ പോരുന്നൂന്ന്. അവൾക്ക് പ്രേമിക്കാൻ കണ്ട ഒരു റോമിയോ. ഓൾഡ് ഇഡിയറ്റ്. എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറ. ഒന്നല്ല, 1000 വട്ടം പറയും. പെർവേർട്ടഡ് ബിച്ച്.